പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളെയും ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളായ നൊമ്പരങ്ങളെയും ഈ ആരാധനാ മണിക്കൂറിൽ ഞങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം നീ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2020 മുതൽ വിധങ്ങളായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടേതായ ജീവിത ദുരന്തങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവേ, നീ തന്നെ ആ മക്കൾക്ക് താങ്ങും തണലുമായി അവരുടെ കൂടെ നീ നടക്കണമേ എന്ന്, അവരുടെ ജീവിത വിഷയങ്ങളിൽ എത്രയും വേഗം ഉത്തരം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലൈറ്റിംഗ് ആൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ നിയോഗം സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വിഷയങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിനം രാവിലെ 5:30 അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ അനുദിനമുള്ള ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ആ സമയം തന്നെ തത്സമയമായി നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത വിഷയങ്ങളുടെ മേൽ ഈ ആരാധനയുടെ യോഗ്യതയാൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ വിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഷാലോം ടെലിവിഷനിലൂടെയും ഷെക്കീന ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഇപ്പോൾ ഈ ആരാധനാശ്രമയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. Treat yourself to the fruits of the season. Make room for your favorite fruits of winter. Delivered in just 10 minutes on Instamart. Flex your buying power by 4x with Pay Later MTF. Borrow funds to trade at just ₹41 per day. Open free Demat account. Investments in securities market are subject to market risks. Read all the related documents carefully before investing. പരിശുദ്ധ ദൈവമാതാവേ, ആ മക്കൾക്ക് വേണ്ടി നീ ഈ സമയം പ്രത്യേകമായിട്ട് 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ ഉടമ്പടി ആരാധനാ സമയം വിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈശോയെ സന്ധിക്കണമേ എന്ന്, അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകം സന്ധിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് വിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം പിരിഞ്ഞു നിൽക്കുന്നവർ, തങ്ങളുടേതായ കാരണത്താൽ അല്ലാതെ വലിയ വലിയ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. കേസിൽ അകപ്പെട്ടു പോയ മക്കളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത മക്കളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞിനെ ലഭിക്കാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടും അത് അതിജീവിക്കുവാൻ ജയിക്കുവാൻ സാധിക്കാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലക്ഷങ്ങൾ ഏജൻസിക്ക് കൊടുത്തിട്ടും ഇതുവരെ വിദേശത്തേക്ക് പോകാൻ ഒരു തീരുമാനമുണ്ടാകാതെ വലയുന്ന മക്കളെ പ്രത്യേകമായിട്ട് യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത മക്കളെ
പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിപ്പെട്ടു പോയി ജീവിതം തന്നെ തുലയ്ക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ആ മക്കളെ നീ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ്റെ തിരുരക്തത്താൽ കഴുകി ആ മക്കളെ എത്രയും വേഗം വിശുദ്ധീകരിച്ച് ഈ സാക്ഷ്യപീഠത്തിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുമക്കളെയും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും നീ വളർന്നതുപോലെ ആ മക്കൾ നിന്നെ അറിഞ്ഞ് രുചിച്ച് അനുഭവിച്ചറിഞ്ഞ് വളരുവാനുള്ളൊരു അഭിഷേകം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും നൽകണമേ. അവരെ പരിശീലിപ്പിക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ് പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് അധികമായിട്ടുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന രോഗികളായിരിക്കുന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോയെ, അവരൊക്കെ ശുശ്രൂഷിക്കുവാൻ മക്കൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോയെ, പലവിധ വ്യവഹാരങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകളാൽ അകന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും അരൂപികളെ ഈ ആരാധനയുടെ യോഗ്യതയാൽ നീ അത് തകർക്കണമേ എന്ന്, അവരുടെ ഭവനത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ആലയത്തെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുദിനം ഇവിടെ വന്ന് കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മരിയൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈശോയെ മക്കളെ ഈ ഉടമ്പടിയിലേക്ക് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലെങ്കിലും ഈശോയെ ഈ അമ്മയെ കണ്ട് കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷയായ ദൈവമാതാവിനെ കണ്ട് കണ്ണുനീരിട്ട് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും വിശ്വാസമില്ലാതെയാണ് ആ മക്കൾ ഈ ആലയത്തിലോട്ട് കടന്നു വന്നതെങ്കിലും പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങളായിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ വിശ്വാസം കണക്കിലെടുത്ത് ആ മക്കൾക്ക് വലിയ വിശ്വാസവും ദൈവിക അനുഭവങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം അങ്ങേ മഹത്വപ്പെടുത്തി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള വലിയ അഭിഷേകം ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അകന്ന് സ്വന്തം ജീവിത പാതകളിലായിരിക്കുന്ന മക്കളെ, അങ്ങനെ കുടുംബത്തിൽ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന മക്കളെ, ഒപ്പം തന്നെ വലിയ വലിയ ചതികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശുദ്ധിയെ തകർക്കുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെ ഈ ആരാധനയിലൂടെ അവരുടെ ജീവിതത്തിൽ തീരുമാനമുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഉയർന്നു പോകുന്ന എല്ലാ തിന്മകൾക്കെതിരെയും പരിശുദ്ധമേ ദൈവമാതാവേ, സർപ്പത്തിൻ്റെ തല തകർത്ത ദൈവമാതാവേ, അമ്മ തന്നെ ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സർപ്പ സാഹചര്യങ്ങളെയും. സോഷ്യൽ മീഡിയയിൽ റാൻഡം വീഡിയോസ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണോ നിന്നെ? എന്തിനാ ഇത്രയധികം വീഡിയോസ് കാണുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ ഉപയോഗം? ഇന്നത്തെ ഈ വീഡിയോ ആവട്ടെ നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ. സക്സസ്ഫുൾ ആകാൻ വേണ്ടി ഇന്റർനെറ്റിൽ ഒരുപാട് വഴികളുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ? അങ്ങനെ എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടുപിടിച്ചൊരു ആപ്പാണ് വിദ്യ. ഇത് IIT ഗ്രാജുവേറ്റ്സ് ഡിസൈൻ ചെയ്തൊരു ആപ്പാണ്. ഈ ആപ്പിന്റെ ഇന്റർഫേസ് വേറെ ഏത് സോഷ്യൽ മീഡിയ ആപ്പ് പോലെയും സിമിലർ ആണ്. ഷോർട്ട് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റാൻഡം വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിൽസ് അല്ലെങ്കിൽ അറിവ് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഗവൺമെന്റ് യോജനകളിൽ നിന്നും എങ്ങനെ ബെനിഫിറ്റ് നേടാം, മുദ്രാ ലോണിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ KYC, മാരേജ് സർട്ടിഫിക്കറ്റ് ഇതിനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എല്ലാ വീഡിയോസും ഇതിൻ്റെ അകത്തും. നിങ്ങളും ഇപ്പോൾ തന്നെ വിദ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ ഇത് മാറ്റി വരയ്ക്കും. ഇൻസ്റ്റാൾ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളും വിദ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഒരു സ്റ്റേഡിയത്തിൽ ചങ്ങലകളാൽ പൂട്ടിയിടപ്പെട്ട ലിയോ മുന്നിൽ ജീവൻ എടുക്കാനൊരുങ്ങി 40 കൈകളുള്ള ഭീകരജീവി. ശത്രുവായ വിപാശ നൽകിയ അവസരം ഒന്നു മാത്രം, രക്ഷകനായ സൂര്യനെ വിളിക്കുക. എന്നാൽ എല്ലാവരും കാത്തിരിക്കുന്ന ആ നായകൻ അവൻ തന്നെയാണെന്നിരിക്കെ ലിയോ ആരെയാണ് സഹായത്തിനായി വിളിക്കേണ്ടത്? തുടർന്ന് കേൾക്കൂ.
ഡെവിൾ സോൾ ഉള്ളവർ മാത്രമേ അതിനെ നേരിടാൻ പോകൂ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം മരിക്കും. എല്ലാവരും ഒരുമിച്ച് അതിനെ ആക്രമിക്കൂ. പറക്കുന്ന പാമ്പ് തീ വമിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രതയായിരിക്കൂ. ലിയോ കണ്ടു നിന്നപ്പോൾ ഒന്നൊന്നായി എല്ലാവരും ആ പറക്കുന്ന പാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ആ പാമ്പ്